വെൽക്കം ടു മൈ കോളേജ് ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ എപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോഴും വന്നെങ്കിലും ഞാൻ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ വല്ല പരിപാടിക്കുമായിരിക്കും ചെയ്യുന്നത്. ഞാൻ കോളേജിൽ എൻ്റെ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടില്ലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന്. എന്നെ കണ്ട ആരും പേടിക്കേണ്ട. രാവിലെ നമ്മളെല്ലാവരും എണീക്കുമ്പോഴും നമ്മൾ മുഖം ഇങ്ങനെയാണല്ലോ, നമ്മൾ മേക്കപ്പ് ഇട്ടല്ലോ കിടന്നുറങ്ങുന്നത് സീരിയൽ പോലെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഏതോ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ബ്രഷ് പോലും ചെയ്യാണ്ട് കുറേ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. എനിക്കത് ശീലമായി പോയതാണ്. പിന്നെ എനിക്ക് വെള്ളം ഇഷ്ടമാണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക അത് എണീറ്റ് പാട്. ആക്ച്വലി അത് ശീലമാക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആസ് യൂഷ്വൽ നമ്മളെല്ലാവരും ചെയ്യുന്ന ബ്രഷ് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് കുറേ എഴുതാനുണ്ടായിരുന്നു. ഞാൻ 6:20 ആയപ്പോഴേക്കും എണീറ്റു. എൻ്റെ ഈ റൂംമേറ്റ് സ്നേഹ നേരത്തെ എണീറ്റത് കൊണ്ട് ഞാൻ എണീറ്റു. അത് മാത്രമല്ല കേട്ടോ, എനിക്ക് എഴുതാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എഴുതി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വാഷിംഗ് മെഷീനിൽ ഇപ്പോൾ തുണിയിട്ടില്ലെങ്കിൽ 7 മണി കഴിഞ്ഞാൽ അവിടെ ക്യൂ ആവും, അപ്പോൾ പിന്നെ ഇടാൻ ലേറ്റ് ആവുമെന്ന്. അപ്പോൾ ഞാൻ അതും പോയിട്ട് കഴിഞ്ഞ് അയൺ ചെയ്തു. കാരണം കോളേജിൽ പോകണല്ലോ. അത് കഴിഞ്ഞ് താഴെ പോയി നോക്കുമ്പോൾ നല്ല ദോശയൊക്കെ ചുടുന്നുണ്ടായിരുന്നു. നല്ല ദോശയും കിഴങ്ങ് കറിയും എല്ലാം കഴിച്ച് അത് കഴിഞ്ഞൊരു ഇവിടെ സ്നേഹമുണ്ട് കേട്ടോ. സ്നേഹ ബിഗ് ബോസ് എല്ലാം കണ്ടാണ് ദോശയെല്ലാം കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ബാഗെല്ലാം പാക്ക് ചെയ്ത് നമ്മളെ അഞ്ച് അവിടെ എന്തോ മേക്കപ്പ് ചെയ്യാണ്, എന്തോ കണ്ണെഴുതുവാണെന്ന് തോന്നുന്നു. സോ മേക്കപ്പ് ചെയ്തു. മേക്കപ്പ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ലിപ്സ്റ്റിക്, കൺമഷി, സൺസ്ക്രീൻ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുക്കാൻ. പിന്നെ 8:30 8:45 ആകുമ്പോഴേക്കും നമ്മളിവിടുന്ന് ഇറങ്ങും. 9 മണിക്കാണ് കോളേജ്. സോ കോളേജിൽ നിന്ന് കാണാം. അങ്ങനെ 8:45 ഇറങ്ങിയതാണ്. 9 മണിക്ക് അവിടെ ക്ലാസ് തുടങ്ങും. എന്നാലും ഇത്രയും സ്ലോ ആയിട്ട് ഞങ്ങൾ നടക്കത്തുള്ളൂ. പിന്നെ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോകും. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അത് പൊതുവേ അങ്ങനെയാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്കിന്നൊരു റഫ് ഡേ ആയിരുന്നു. ലൈക്ക് എവറിബഡി ഹാസ് അങ്ങനത്തെ ഒരു ബാഡ് ഡേ. അപ്പോൾ അതേപോലെയായിരുന്നു. പിന്നെ ഇൻ്റർവെല്ലിന് ഇത് അനുമോളും സിബിനും കൂടി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ. very urgent. Hi, Bara. Welcome back to our YouTube channel. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന ഒരു ആക്രാന്തത്തിൽ 2 വിധ അച്ചാർ, ചമ്മന്തിപ്പൊടി, ഇഞ്ചിപ്പുളി എന്തൊക്കെയൊക്കെയോ എടുത്ത് ഞാൻ ഫുഡ് കഴിച്ചു. ലാസ്റ്റ് കണ്ടാണ് ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞ് 1:45 ഞാൻ അനുമോളും കൂടി തിരിച്ചു നടന്നു. ക്ലാസ് എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഒറ്റയ്ക്കിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് റഫ് ഡേ ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഒറ്റയ്ക്ക് അവിടെ അങ്ങനെ ആസ്വദിച്ച് ഇരുന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. എത്നിക് ഡേ വരുന്നുണ്ട്. അപ്പോൾ ഡാൻസ് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് ഫുൾ ടയേർഡായി ഞാൻ തിരിച്ചെത്തി. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. അത് കഴിഞ്ഞ് ഞാൻ ഫുള്ള് ഫ്രഷനപ്പായിട്ട് കുറച്ചും കൂടി ലോസ്റ്റിൻ്റെ ആ എപ്പിസോഡ് കാണാൻ ബാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടു. ഒരു 6:45 സിവിനെ ഞാൻ വിളിച്ച് വരുത്തി എനിക്ക് കാപ്പി കുടിക്കണം എന്ന് പറഞ്ഞ് അവിടെ അടുത്തുള്ള ബേക്കറിയിൽ പോയി കാപ്പി കുടിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും സ്നേക്ക് മൈലഞ്ചിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ വലിയ മെഹന്തി ആർട്ടിസ്റ്റൊന്നും അല്ല, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ അവൾക്ക് ഇട്ട് കൊടുത്തു. അനുമോളുടെ ഫാഷൻ ഷോ. അങ്ങനെ പോയി ഡിന്നറെല്ലാം കഴിച്ച് അക്കൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. എൻ്റെ ബാക്കി റൂംമേറ്റ്സ് എല്ലാം അവിടെ ഉണ്ട്. പക്ഷേ നിങ്ങൾ വീഡിയോസിൽ കാണാത്ത അവർ കുറച്ച് ബിസി ആയതുകൊണ്ടാണ്, കുറച്ച് പ്രൊജക്റ്റ് വർക്ക്സ്. അപ്പോൾ ഗൈസ് അത്രയ്ക്കുള്ള എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇനി കിടന്നുറങ്ങണം. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ മൈലാഞ്ചി ഞാൻ ഫ്ലെക്സ് ചെയ്യുന്നതാണ്.